സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ 8 പേർ മരിച്ചു. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് സൂചന. തെക്കൻ സിക്കിമിലെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. തീസ്ത ജലവിദ്യുത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുകയായിരുന്ന തുരങ്കമാണിത്. ദേശീയ ദുരന്ത പ്രതികരണ സേന, സിക്കിം ദുരന്ത പ്രതികരണ സേന, പോലീസ്, അഗ്നിരക്ഷാ സേന എന്നിവർ സ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് മിഥേൻ വാതകം ചോർന്നുവെന്ന സംശയം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട്. അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും 2 തവണ തുരങ്കത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അപകടകരമായ സാഹചര്യത്തെ തുടർന്ന് തിരിച്ചിറങ്ങേണ്ടി വന്നു. നംചി ജില്ലാ കലക്ടർ അനുപ ടാലിംഗ് പറഞ്ഞു. 27 പേർ തുരങ്കത്തിലുണ്ടായിരുന്നെന്ന് കണക്കാക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതിൽ 19 പേർ നിർമ്മാണ തൊഴിലാളികളാണ്. തുരങ്കത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയായ പട്ടേൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള 3 ജീവനക്കാർ രക്ഷാപ്രവർത്തനത്തിനായി തുരങ്കത്തിനുള്ളിൽ കടന്നെങ്കിലും ഇതിൽ 2 പേരും ഉള്ളിൽ കുടുങ്ങി. NHPCയുടെ 6 ജീവനക്കാരും തുരങ്കത്തിനുള്ളിലെന്നാണ് വിവരം. തുരങ്കത്തിനുള്ളിൽ മിഥേനിന്റെ അളവ് വളരെ കൂടുതലാണെന്നും അതിനാൽ രക്ഷാപ്രവർത്തകർക്ക് തുരങ്കത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ലെന്നും അധികൃതർ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിയ NDRF സംഘത്തിന് ശ്വാസതടസ്സവും അസ്വസ്ഥതകളും നേരിട്ടതോടെ ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് 2ാമത്തെ സംഘമെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. മണ്ണിടിച്ചിലിന്റെ കാരണം വ്യക്തമായിട്ടില്ല.